അടിയന്തരമായിട്ട് റിപ്പോർട്ട് വിദ്യാഭ്യാസ ഡയറക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിലെ ഒരു വിട്ടുവീഴ്ചയില്ല, കർശന നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. നടക്കുന്ന ക്രൂരതയ്ക്ക് തെളിവായി കോട്ടയം സർക്കാർ നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങിന്റെ ദൃശ്യങ്ങൾ. ഹോസ്റ്റലിൽ പരാതിക്കാരന്റെ കൈയും കാലും കെട്ടിയിട്ട് കോമ്പസ് കൊണ്ട് ശരീരത്തിൽ കുത്തി മുറിവുകളിൽ ലോഷൻ ഒഴിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ. ഒരുത്തനെയും വെറുതെ വിടരുത്. ഇവന്മാരെ പോലെയുള്ളവർ ഇനി പഠിക്കണ്ട. കർശന നടപടിയെടുക്കാൻ ഒരുങ്ങി പോലീസ്. നിലവിളിച്ച് കരയുമ്പോഴും അട്ടഹസിച്ച് ക്രൂരത. കോട്ടയത്തെ റാഗിംഗ് വീഡിയോ ഞെട്ടിക്കുന്നതാണ്. ജൂനിയർ വിദ്യാർത്ഥിയെ കട്ടിലിൽ കെട്ടിയിട്ട് ദേഹമാസകലം ലോഷൻ പുരട്ടിയ ശേഷം ഡിവൈഡർ കൊണ്ട് കുത്തി മുറിവേൽപ്പിക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. തോർത്തുകൊണ്ട് കൈകാലുകൾ കെട്ടിയ നിലയിലുമാണ് ജൂനിയർ വിദ്യാർത്ഥി കട്ടിലിൽ കിടക്കുന്നത്. തുടർന്ന് സീനിയർ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിയുടെ ശരീരത്തിലെ ഓരോ ഭാഗത്തും ഡിവൈഡർ കൊണ്ട് കുത്തി മുറിവേൽപ്പിക്കുകയായിരുന്നു. 1, 2, 3 എന്നു പറഞ്ഞാണ് ഓരോയിടത്തും ഡിവൈഡർ കൊണ്ട് കുത്തുന്നത്. ജൂനിയർ വിദ്യാർത്ഥി വേദന കൊണ്ട് നിലവിളിക്കുമ്പോൾ പ്രതികൾ അട്ടഹസിക്കുന്നതും സെക്സി ബോഡി എന്ന് പറഞ്ഞ് അവഹേളിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. വിദ്യാർത്ഥി കരഞ്ഞു നിലവിളിക്കുമ്പോൾ വായിലും കണ്ണിലും ലോഷൻ ഒഴിച്ചു നൽകുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ഡിവൈഡർ ഉപയോഗിച്ച് വയറിന്റെ ഭാഗത്താണ് മുറിവേൽപ്പിച്ചത്. എല്ലാ ആഴ്ചകളും ജൂനിയർ വിദ്യാർത്ഥികൾ 800 രൂപ വീതം സീനിയർ വിദ്യാർത്ഥികൾക്ക് മദ്യപാനത്തിനായി നൽകണമായിരുന്നു. പ്രധാന പ്രതിയുടെ സംഘടനാ ബന്ധം മറയാക്കിയാണ് പീഡനം തുടർന്നത്. തിങ്കളാഴ്ച പ്രതികൾ 2000 രൂപ ആവശ്യപ്പെട്ടെങ്കിലും നൽകാഞ്ഞതിനെ തുടർന്നാണ് ക്രൂരമർദ്ദനത്തിനിരയാക്കിയത്. ഇങ്ങനെയൊക്കെ കേരളത്തിൽ മാത്രമേ നടക്കൂ. ഇതിനൊക്കെ എന്തു നടപടിയാണ് എടുക്കാനാവുക? എന്ത് ശിക്ഷ നൽകും? തുടർക്കഥയായി മാറുകയാണ് വിദ്യാർത്ഥികളുടെ ഇത്തരം അഴിഞ്ഞാട്ടം. 4, 5, 6, 7, 8. ഇത് മറ്റേ കളറ് ഓട്ടാ